ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഗാലക്സി M21 2021 എഡിഷൻ ആണ്. 2020 ഇതേ മോഡൽ ഫോൺ സാംസങ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിപുലീകരിച്ച് 2021 എഡിഷനാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്ത് ബോക്സിനകത്ത് എന്തൊക്കെ കണ്ടൻറ്റാണുള്ളത്, 2020 വർഷമായിട്ട് എന്തൊക്കെ വ്യത്യാസമാണുള്ളത് നോക്കാം. ബോക്സ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഗാലക്സി M21 2021 എഡിഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൻ്റെ ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബോക്സിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 14,999 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ 12,500 രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ തുറക്കുമ്പോൾ നമ്മുടെ ഫോണുണ്ട്, പക്ഷേ അതിൻ്റെ പൊക്കത്തായിട്ട് ഒരു മിനി ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തായിട്ട് യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ അതിൻ്റെ ബാക്കിലായിട്ട് ഇജക്ഷൻ ടൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പിന്നെ നോക്കാം. പിന്നെ അടുത്തായിട്ട് വൈറ്റ് കളറിലെ ടൈപ്പ് സി ഡേറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ കേബിൾ തന്നെയാണ്. ഈ ഇടയ്ക്ക് എന്നോട് ഒരുപാട് പേര് പറയും സാംസങ്ങിൻ്റെ ഡേറ്റ കേബിൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകുന്നുണ്ടെന്ന്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ അകത്തുള്ളത് വൈറ്റ് കളറിലെ ചാർജിങ് അഡാപ്റ്ററാണ്. ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു നോർമൽ 15 വാട്ട്സിൻ്റെ ഒരു നോർമൽ ചാർജിങ് അഡാപ്റ്ററാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാംസങ് ഗാലക്സി M21 2021 എഡിഷൻ്റെ അകത്തുള്ളത്. സെയിം കണ്ടൻറ്റ് തന്നെയാണ് 2020 വെർഷനുള്ളത്. അപ്പം ബോക്സിലെ കണ്ടൻറ്റിൽ മാറ്റമൊന്നും കമ്പനി ഇതിൽ വരുത്തിയിട്ടില്ല. കവറും അത് ഒന്നും കൊടുത്തിട്ടില്ല. പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബോക്സിലെ കണ്ടൻറ്റൊക്കെ നോർമലായിട്ടാണ് തോന്നിയത്. ഓവറോൾ എനിക്ക് ബോക്സ് കണ്ടൻറ്റൊക്കെ നോർമലാണ്. 2020 ആയിട്ട് ഒരു വലിയ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ ഡീറ്റെയിൽ ലുക്ക് നോക്കാം. ഫോൺ മുമ്പത്തേനേക്കാൾ സ്റ്റൈലിഷ് ആയിട്ടാണ് സാംസങ് ഇത്തവണ ഇറക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു ലൈനിങ് ടൈപ്പ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എഡ്ജസ് ഒക്കെ കർവ്ഡാണ്, നമുക്ക് കയ്യിൽ യൂസ് ചെയ്യാൻ വളരെ സ്മൂത്താണ്. അതുപോലെ ഹാർഡ് പ്ലാസ്റ്റിക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓവറോൾ നല്ല ക്വാളിറ്റിയുള്ള ബാക്ക് കവറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ താഴത്തായിട്ട് സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് വരുന്നുണ്ട്. പൊക്കത്തും തുടങ്ങി താഴത്തോട്ടുള്ള ലൈനിങ് കാണാൻ പറ്റും. ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും വളരെ സ്മൂത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ക്യാമറ വന്നിരിക്കുന്നത്. ട്രിപ്പിൾ റിയർ ക്യാമറയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. 48 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ സെക്കൻഡറി ക്യാമറ, അതുപോലെ 5 മെഗാ പിക്സലിൻ്റെ മൂന്നാമത്തെ ക്യാമറ. അതുപോലെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഫ്ലാഷ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വന്നിരിക്കുന്നത് 20 മെഗാ പിക്സലിൻ്റെയാണ്. ഓവറോൾ എനിക്ക് ക്യാമറയുടെ പെർഫോമൻസ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ നന്നായിട്ടാണ് നോക്കിയത്. നല്ല സെൻസറാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി പിക്ചേഴ്സൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫോൺ ബൂട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയാം. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് 6.4 ഇഞ്ച് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അത് വളരെ മികച്ചൊരു ഡിസ്പ്ലേ ആണ്. നല്ല കളറും നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ പൊതുവെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഡ്രോബാക്ക് ഒന്നും വരാറില്ല. കാരണം നല്ല മികച്ച ഡിസ്പ്ലേ ആണ് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ. അത് AMOLED അവരുടെ ഫോണുകളിൽ മാത്രമേ ഇപ്പോൾ കണ്ടുവരുന്നുള്ളൂ. പക്ഷേ ഇവർ നോച്ച് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് കുറച്ച് പഴഞ്ചൻ ഡിസൈനായിട്ട് തോന്നി. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന 10,000 റുപ്പീസ് റേഞ്ച് വരുന്ന ഫോണുകളിലൊക്കെ പഞ്ച് ഹോൾ ഡിസൈനാണ് കൊടുത്തത്. അത് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണെന്നുള്ളൊരു ഒപ്പീനിയനുള്ള ആളാണ് ഞാൻ. പിന്നെ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സാംസങ് One UIയുടെ യൂസർ ഇൻ്റർഫേസ് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. സംഭവം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ സ്മൂത്താണ്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും പുറത്തു നോക്കും വളരെ ഭംഗിയായിരിക്കും, പക്ഷേ അകത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ വ്യത്യാസം വരുന്നത്. പക്ഷേ ഈ ഫോണിൽ വളരെ സ്മൂത്താണ് യൂസ് ചെയ്യാൻ. എന്തായാലും ഞാൻ ഇതിന് ഫുൾ ബ്രൈറ്റ്നസ്സിലിട്ട് നിങ്ങളെ കാണിച്ചു തരാം. വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ്. നല്ല കളറൊക്കെയാണ്. ഒരു എഡ്ജസിലൊന്നും ഒരു ഡ്രോബാക്ക് ആയിട്ടൊന്നും നമുക്ക് പറയാനില്ല. ഡിസ്പ്ലേ പറ്റി യാതൊരു ഡ്രോബാക്കും പറയാനില്ല. ഓവറോൾ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇൻഹാൻഡ് ഫീലും വളരെ സ്മൂത്താണ്. അധികം വെയിറ്റ് ഒന്നും നമുക്ക് തോന്നുന്നില്ല കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ. ബാക്കിലും ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡിസൈൻ ലൈൻ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഗൊറില്ല ഗ്ലാസ് 3.0 ആണ്. ഇപ്പോൾ 5.0 വരെ ഇറങ്ങിയിട്ടുണ്ട്, എന്നാൽ 3.0 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ സിം ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. 2 സിം കാർഡ് ഒരു മെമ്മറി കാർഡ് ഒരേ സമയം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ താഴത്തോട്ട് വരികയാണെങ്കിൽ താഴത്തായിട്ട് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, മൈക്ക് വരുന്നുണ്ട്, ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അതുപോലെ സ്പീക്കറും താഴത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് സി ടൈപ്പാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. ടൈപ്പ് സി ടൈപ്പ് കേബിളാണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ വോളിയം ബട്ടണും പവർ ബട്ടണും പൊക്കത്തായിട്ട് നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ബാക്ക് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ പവർ ബട്ടണിലോ അല്ലെങ്കിൽ ഇൻസ്ക്രീനായിട്ടോ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. ഇതിപ്പോൾ ഒരു 2020 വെർഷനായിട്ട് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത വേരിയൻറ്റ് 4GB 64GB വേരിയൻ്റ് ആണ്. അതിൽ 64GB ഏകദേശം 49, അതായത് 49 GB നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സാംസങ് One UIയുടെ 3.1 വെർഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ആൻഡ്രോയിഡ് 11 എല്ലാം ലേറ്റസ്റ്റ് വെർഷനാണ്. അതുകൊണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും നമുക്ക് ഉടനെ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതുപോലെ ഇതിൻ്റെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഞാൻ കവർ യൂസ് ചെയ്ത് വേണം എപ്പോഴും ഫോൺ യൂസ് ചെയ്യാനെന്ന് ഞാൻ പറയുള്ളൂ. ഒരു കൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനെങ്കിലും ഇവർക്ക് കമ്പനിക്ക് കൊടുക്കാമായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് 6000 mAh മാസീവ് ബാറ്ററിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതുപോലെ തന്നെ ഒരു ദിവസമല്ല, 1 ദിവസത്തിൽ കൂടുതലുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ ചാർജിങ് ടൈം കുറച്ച് കൂടുതൽ എടുക്കും. നമ്മുടെ 15 വാട്ട്സിൻ്റെ ഇതിൻ്റെ നോർമൽ ചാർജിങ് അഡാപ്റ്റർ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2-2.5 മണിക്കൂറോളം ടൈം എടുക്കും 0 to 100 ആവാനായിട്ട്. അതേ ഉള്ളൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാനായിട്ട് കുറച്ചൊരു 30 വാട്ട്സിൻ്റെ ഒക്കെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അവസാനമായിട്ട് ഇതിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയാം. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എക്സിനോസിൻ്റെ 9611 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ്. ഇതൊരു നോർമൽ പ്രൊസസ്സറാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യാനും അതുപോലെ തന്നെ ഒരു നോർമൽ ഗ്രാഫിക്സിൻ്റെ ഗെയിംസൊക്കെ കളിക്കാനും പറ്റിയൊരു പ്രൊസസ്സറാണ്. പക്ഷേ എനിക്ക് ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു ബെറ്റർ പ്രൊസസ്സർ കമ്പനിക്ക് കൊടുക്കാമായിരുന്നു എന്നൊരു ഫീൽ എനിക്ക് തോന്നി. എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കോ അത് വാട്സപ്പ് അത് യൂട്യൂബ് അതുപോലെയൊക്കെ ആ ഒരു കാറ്റഗറിയിലൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഫോണൊക്കെ പക്കയായിരിക്കും. ഗെയിമിങ്ങിലും അത്യാവശ്യം നന്നായിട്ട് പബ്ജിയും COD മൊബൈലൊക്കെ കളിക്കാൻ പറ്റും. വലിയ ലാഗൊന്നും ഉണ്ടാവില്ല. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് സാംസങ് ഗാലക്സി M21 2021 എഡീഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി 2020 എഡീഷനായിട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഡിസൈനിൽ ചെറിയൊരു മാറ്റം അവർ വരുത്തിയിട്ടുണ്ട്. അല്ലാതെ വേറെ അകത്തെ ഫീച്ചേഴ്സിലോ സ്പെസിഫിക്കേഷനിലോ ഒന്നും ഒരു കാര്യമായിട്ട് ഒരു മാറ്റവും വരുത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും ഇതുപോലത്തുള്ള വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ഏതൊരു ഫോൺ എടുത്താലും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാകും. കുറേയൊക്കെ ഭയങ്കര നല്ലതായിരിക്കും, ചിലതൊക്കെ ആവറേജ് ആയിരിക്കും. ഇപ്പം നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് ഏതൊക്കെ ഫീച്ചേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങാൻ. ഇപ്പം നമ്മൾ ഒരുപാട് ഫോട്ടോ എടുക്കുന്ന ആളാണെങ്കിൽ നല്ല ക്യാമറയുള്ള ഫോൺ വേണം വാങ്ങാനായിട്ട്. അല്ലാതെ ഒരുപാട് സിനിമ അല്ലെ വീഡിയോസൊക്കെ കാണുന്ന ആളാണെങ്കിൽ നല്ല ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണം വാങ്ങാനായിട്ട്. ചിലർക്ക് ഫോൺ കാണാൻ ഭയങ്കര സ്റ്റൈലായിരിക്കണം, അങ്ങനെയാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ഫോണായിരിക്കും വാങ്ങണം. അങ്ങനെ നമുക്കിഷ്ടമുള്ള 2-3 ഫീച്ചേഴ്സ് ഏതൊക്കെയാണോ അതൊക്കെ നോക്കി വേണം നമ്മൾ ഫോൺ വാങ്ങാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ഈ ഫോണിലുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഈ ഫോൺ വാങ്ങുക, അല്ലെങ്കിൽ വേറൊരു ഫോൺ നിങ്ങൾ നോക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്. ബൈ.